അല്ല, അത് തെളിഞ്ഞു എന്ന് നമുക്ക് ദേശാഭിമാനി ഇടയ്ക്ക് വന്നത് ജൂൺ 5 വാർത്ത ഇപ്പോഴാണല്ലോ ശ്രദ്ധയപ്പെടുന്നത്. അതിനുശേഷം ഇപ്പോൾ അടുത്ത് വന്ന വാർത്ത ദേശാഭിമാനിയിലടക്കം എല്ലാ മാധ്യമങ്ങളും വളരെ ആഘോഷപൂർവ്വം കൊടുത്തല്ലോ. കേരളത്തിലേക്ക് വലിയ നിക്ഷേപം വരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാവരും ആ വാർത്ത കൊടുത്തത്. ദേശാഭിമാനിയും അത് ഏറ്റെടുക്കുകയായിരുന്നു, ദേശാഭിമാനിയും അത് കൊടുത്തു. പക്ഷേ തൊട്ടടുത്ത ദിവസം ദേശാഭിമാനിക്ക് അത് മാറ്റി പറയേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിലെന്താണ്, ഇതൊരു മനസ്സിലാക്കലിൻ്റെ പ്രശ്നമാണോ, അതോ ഇത് വെച്ച് ഇനി പ്രതിപക്ഷത്തെ ആക്രമിക്കാം എന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായാണോ മാറ്റം വന്നത് എന്നുള്ളതാണ്. ഇപ്പം സാറ് സൂചിപ്പിച്ചതിൻ്റെ അവസാന ഭാഗത്ത് സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, ഇതിപ്പം തുടർ ഭരണമാണ് ഇവിടെ വന്നിരുന്നത് എങ്കിൽ ഇതേ ദേശാഭിമാനിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഇന്ന് എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി ജനങ്ങളെ അറിയിച്ചു, ഈ സർക്കാരിൻ്റെ നേട്ടം ഞങ്ങളിത് അറിയിക്കുന്നു എന്ന രൂപത്തിലേക്ക് അത് മാറുമായിരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ, ഒരു അദാനി പോർട്സ് ലിമിറ്റഡാണ് ഈ ഓഹരി കൈവശം വെച്ചിരിക്കുന്നത്. അവർ എന്ത് ചെയ്യുന്നു, അവർക്ക് 30 വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിലേക്ക് എത്തും. അങ്ങനെയാണല്ലോ ഉമ്മൻചാണ്ടി ഒപ്പിട്ട കരാറിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ 30 വർഷത്തിനുള്ളിൽ പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അദാനിയുടെ ലക്ഷ്യം. അദാനി എന്ന് പറയുന്ന വ്യവസായ പ്രമുഖന് അതല്ലാതെ വേറൊരു ലക്ഷ്യം ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്, അതിൽ പരമാവധി ലാഭം ഉണ്ടാക്കാനുള്ള മാർഗം എന്നുള്ള നിലക്കാണ് ഈ തരത്തിൽ പോകുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള ന്യായം അദ്ദേഹത്തിന് പറയാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് സർക്കാരിനെ അറിയിക്കണം എന്നുള്ള സംസ്ഥാന സർക്കാരിന് അനുമതി വേണമെന്നുള്ളൊരു ക്ലോസ് ഉണ്ട്. അത് എത്രത്തോളം പാലിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഇതിലൊരു വിഷയമുള്ളൂ. അതിന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്ന ന്യായം, അത് അറിയിക്കാനുള്ള സമയം ആകുമ്പോൾ അറിയിക്കും എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദാനി പോർട്സ് ലിമിറ്റഡുകാർ പറയുന്നത് ഞങ്ങൾ സെബി അറിയിച്ചു, അടുത്തത് സംസ്ഥാന സർക്കാർ അറിയിക്കുകയാണ്, അത് അറിയിക്കാനുള്ള സമയം അറിയിച്ചോളും. പക്ഷേ സംസ്ഥാന സർക്കാർ ഇപ്പോഴും അതൃപ്തി അറിയിക്കുകയും ഒരു എംപവർ കമ്മിറ്റി ചുമതലപ്പെടുത്തുകയും എംപവർ കമ്മിറ്റി പരിശോധിച്ച ശേഷം ഇത് അനുമതി കൊടുക്കണമോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കും. പക്ഷേ ഇതിലൊക്കെയുള്ള തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ CPM കളിക്കുന്ന കളികളെക്കുറിച്ചാണ്. ഇപ്പോൾ ദേശാഭിമാനി ജൂൺ 5 അത് കൊടുത്തു എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ നൽകിയ വാർത്ത. ഇന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞ ആദ്യം ദേശാഭിമാനിയല്ല വാർത്ത നൽകിയത്. അതിലെന്താണ് പ്രസക്തി? ആദ്യം ദേശാഭിമാനി നൽകിയില്ല എന്നതൊരു പ്രസക്തമായ കാര്യം. ഇപ്പം തോമസ് ഐസക് ഇന്ന് ഈ 3 പത്രങ്ങളുടെയും പേജ് ഷെയർ ചെയ്ത് പറയുന്നുണ്ട്. അതിൽ എക്കണോമിക്സ് ടൈംസിൽ വന്നിട്ടുണ്ട്, ശരിയാണ്. ജൂൺ 1 എക്കണോമിക്സ് ടൈംസിൽ അത് വന്നിട്ടുണ്ട്, ജൂൺ 3 മാതൃഭൂമിയിൽ അത് വന്നിട്ടുണ്ട്, ജൂൺ 5 ദേശാഭിമാനിയിൽ വന്നത്. നേരത്തെ അറിയാമെന്നാണ്, പക്ഷേ അത്ര നേരത്തെ അല്ല എന്ന് മാത്രമേ ഇതിൽ ഉള്ളൂ. പക്ഷേ നേരാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. മാതൃഭൂമിയിൽ എന്ന വാർത്തയിൽ പറയുന്നത് അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ എന്നുള്ള വാർത്തയാണ് വന്നത്. പക്ഷേ ദേശാഭിമാനിയിൽ വന്ന വാർത്തയോ വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ എന്നുള്ളതാണ്. ഓഹരി മാത്രമല്ല, അത് MSCയുടെ ടെർമിനലായിട്ട് തന്നെ രൂപം പ്രാപിക്കും എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള ഒരു വാർത്തയാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത്. അതായത് നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ഇത് ദേശാഭിമാനിയിലെ ഏതെങ്കിലും ഒരു സബ് എഡിറ്റർക്കോ അല്ലെങ്കിൽ തൊട്ടുമുറുകളിലുള്ള ഒരാൾക്കോ സംഭവിച്ച ഒരു പിഴവേ അല്ല. ഇതുപോലുള്ള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ചുള്ളൊരു വാർത്ത CPM അറിയാതെ ദേശാഭിമാനി കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നവർ മൂഢന്മാരാണ്. അപ്പോൾ എന്തായാലും ഇത് സർക്കാരിൻ്റെ നേട്ടമായി, അതായത് പുതിയ സർക്കാർ വന്നെങ്കിലും പഴയ സർക്കാരിൻ്റെ നേട്ടമായി വീണ്ടും വീണ്ടും അവതരിപ്പിക്കുകയും അതിനുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത്. പക്ഷേ പിന്നീടാണ് ഇതിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് പ്രതിപക്ഷത്തെ ആക്രമിക്കാനുള്ളൊരു ആയുധമാക്കാമല്ലോ എന്ന് CPM തിരിച്ചറിയുകയും അത്തരത്തിൽ ഇത് കളി മാറ്റുകയും ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഇപ്പം തോമസ് ഐസക്കാണല്ലോ കുറച്ചുകൂടി ഇതിൽ വിശദമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. തോമസ് ഐസക്കിൻ്റെ ഇന്നത്തെ പോസ്റ്റിലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, VD സതീശൻ മംഗലാപുരത്തേക്ക് യാത്ര നടത്തിയത് എന്താണെന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം പറയുന്നില്ലല്ലോ. ഈ ഒരൊറ്റ പോയിന്റിൽ പിടിച്ചുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്. മറ്റ് പോയിന്റുകളൊക്കെ വളരെ ദുർബലമായി പോവുകയാണ്. ഈ ഓഹരിയുടെ കാര്യത്തിലായാലും അത് സെബിയെയാണോ അറിയിക്കേണ്ടത്, സർക്കാരിനെ അറിയിക്കേണ്ടത് തുടങ്ങിയ അത്തരം പോയിന്റുകൾക്കൊന്നും ഒരു ബലമില്ലാതിരിക്കുകയും ഈ ഒരു പോയിന്റിനെ കുറിച്ച് മാത്രം വീണ്ടും ഇന്നിപ്പോൾ എം വി ഗോവിന്ദനും ഈ വിഷയം പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് നേരെ മംഗലാപുര യാത്രയിലേക്ക് പോവുകയാണ്. ഇത് നേരത്തെ തുടങ്ങിയ പദ്ധതി ആയിരുന്നു എങ്കിൽ പിന്നെ മംഗലാപുര യാത്രക്കാരൊന്നുമില്ല. അത് നേരത്തെ അന്ന് ദേശാഭിമാനിയിൽ വന്നു. പിന്നെ മംഗലാപുരത്ത് യാത്ര പോയത് വേറെ എന്തെങ്കിലും ആയിരിക്കുമോ, അത് അവർ നോക്കട്ടെ. പക്ഷേ ഇത് ഈ മംഗലാപുര യാത്രയുടെ പേരും പറഞ്ഞ് ഈ അദാനിയുടെ ഓഹരി കൈമാറ്റത്തെ കുറ്റപ്പെടുത്തുന്നതിലോ അല്ലെങ്കിൽ അതിനെ UDF-നെതിരെയുള്ള ഒരു ആയുധമാക്കി മാറ്റുന്നതിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.